ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ആറ്റിങ്ങലിൽ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇന്ന് നവകേരള സദസ്സ് യാത്ര ചെയ്ത ഇടങ്ങളിലെല്ലാം തന്നെയും വലിയ തോതിലുള്ള സംഘർഷമാണ് എന്നുള്ളത്. നോക്കൂ, ഇത് നാളത്തേക്ക് കൂടി വ്യാപിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ കേരളം കണ്ടിട്ടില്ലാത്ത വിധത്തിലൊരു ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുവാൻ ഭരണപക്ഷമോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ അനുവദിക്കരുത്. അതാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ, ഒരുപക്ഷെ LDFകാരോ UDFകാരോ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകരുതെന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, എത്ര 20-30 ദിവസങ്ങളായിട്ട് ഈ നടന്നു വരുന്ന ഈ ഒരു ഘോഷയാത്ര, ആ ഘോഷയാത്രയ്ക്ക് അവസാനം ഘോഷയാത്രയിൽ ഉടനീളം എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ നികേഷുമായിട്ടുള്ള ചർച്ചയിലും സ്മൃതിയുമായിട്ടുള്ള ചർച്ചയിലൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അതെന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ, ചില പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച്, അതിനുശേഷം ഇന്നലെ ഉണ്ടായ KSUവിൻ്റെ മാർച്ച്, ഇതൊക്കെ അതിനോടുള്ള ചില പ്രതികരണങ്ങളാണ്. അത്തരം രക്ഷാപ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് ഒരു കൂട്ടർ ആഗ്രഹിക്കുന്നുണ്ടാവും. ഈ രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ അങ്ങ് രക്ഷിച്ചു കളയാം, ഹെൽമെറ്റ് കൊണ്ടടിച്ചും അല്ലെങ്കിൽ പൂച്ചണ്ടി കൊണ്ടടിച്ചും ഒക്കെ ജനങ്ങളെ അങ്ങ് രക്ഷിക്കാം. അപ്പോൾ നമ്മൾ താങ്കളുമായിട്ടുള്ളൊരു ചർച്ചയിലാണെന്ന് തോന്നുന്നു, ഒരു CPM-നെ പ്രതികരിച്ച് വന്ന ആൾ പറഞ്ഞ പോലെ ഞങ്ങൾ പിന്നെ പ്രളയത്തിൻ്റെ സമയത്ത്, അതുപോലുള്ള കെടുതികളുടെ സമയത്തൊക്കെ മാറോട് ചേർത്ത് പിടിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാരെ രക്ഷിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അതിനുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന ആ പ്രതികരണങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ എനിക്കിവിടെ ഭരണകക്ഷിയോടല്ല പറയാനുള്ളത്. പക്ഷേ എന്ത് പറഞ്ഞാലും ഇതൊന്നും പിണറായി വിജയൻ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. കേരളത്തിൽ നടന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം കണ്ടിട്ട് പോലുമില്ല. അതിങ്ങനെ ഒരു അശ്വമേധം പോലെ ഇങ്ങനെ ആർത്തലച്ച് വരികയാണല്ലോ. അപ്പോൾ വാസ്തവത്തിൽ പ്രതിപക്ഷം കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണം. അത്തരത്തിലുള്ളൊരു സംഘർഷാവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കരുത് എന്നാണ് എനിക്ക് ഇതിൻ്റെ താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് പറയാനുള്ളത്. കാരണം എനിക്ക് ഭരണപക്ഷം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായി എന്തെങ്കിലും ഒരു പ്രതികരണം അല്ലെങ്കിൽ സംഘർഷം ഒഴിവാക്കാനുള്ള ഒന്നും ഉണ്ടാകില്ല എന്ന് നമ്മൾ കണ്ടതാണ്. ഗവർണറുമായിട്ടുള്ള SFIയുടെ തെരുവ് യുദ്ധത്തിൻ്റെ സമയത്തും നമ്മൾ കണ്ടതാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് പ്രതിപക്ഷമെങ്കിലും കുറച്ചുകൂടെ ഉത്തരവാദിത്വം കാണിക്കുന്നത് നന്നായിരിക്കും. പിന്നിപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച അനിൽകുമാർ, ഞാൻ സ്ക്രീൻ എൻ്റെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് കോട്ടയത്തു നിന്നുള്ള അനിൽകുമാറാണെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം ഇവിടെ മറ്റൊരു രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ടാവും. അനിൽകുമാറെ, കേരളത്തിലെ രാഷ്ട്രീയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും പ്രതിപക്ഷങ്ങളൊക്കെ ഒന്നിച്ചു നിന്നതാണ്, കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ. കേരളത്തിൽ നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും BJP എന്നോ മോദിയെന്നോ നോട്ട് നിരോധനം എന്ന് പറഞ്ഞാൽ ഇവിടെ മത്സരം UDFും LDFും തമ്മിലാണ്. അതിനനുസരിച്ചുള്ള അജണ്ടകളായിരിക്കും നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മുസ്ലിം ലീഗിനെ ക്ഷണിക്കുന്നു, എന്തിനാണത്? UDFിനെ തോൽപ്പിക്കാൻ. നിങ്ങൾ ഈ ഒരു പ്രചരണ മാമാങ്കം, ഘോഷയാത്രാ മാമാങ്കം നടത്തുന്നു, എന്തിനാണ്? UDFിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്താനോ അല്ലെങ്കിൽ പൊതുജന വികാരോ വളർത്തിക്കൊണ്ടുവരാം. അതാണ് LDF അതാ ചെയ്യുന്നത്, അതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയം തൽക്കാലം ഇത് തന്നെയാണ്. അവിടെ BJP അല്ല, മോഡിയല്ല, ആരാണ് അപ്പുറത്ത് മത്സരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയം തുടരുക തന്നെ. അത് വളരെ പ്രായോഗികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാരെന്തോ മോഡിയെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ ഇനിയും LDF 20 സീറ്റും ജയിച്ചോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നു കരുതണ്ട. അതല്ല രാഷ്ട്രീയം. Debate with MV Nikesh Kumar.